നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് അധ്യാപകൻ, ഫോട്ടോഗ്രാഫർ ഒക്കെയായ ശ്രീ കണ്ണൻ ഷൺമുഖം സാറാണ്. സാർ അഞ്ചാലുമൂട് ഗവൺമെൻറ് LP സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫറാണ്. ഇത് മാത്രമല്ല, നമ്മളെല്ലാം കാണുന്ന വിക്കിപീഡിയ, മലയാളം വിക്കിപീഡിയയുടെ അഡ്മിനാണ്. ഇനി ഹാം റേഡിയോ ഓപ്പറേറ്ററാണ്. ഒരുപാട് വിശേഷണങ്ങളുണ്ട് സാറിനെ കുറിച്ച് പറയാനായിട്ട്. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും വിക്കിപീഡിയയിൽ കയറി നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ വിവരമൊക്കെ കിട്ടാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രാദേശികമായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാർ എടുത്ത ചിത്രങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ കാണുന്ന പല ചിത്രങ്ങളും അദ്ദേഹം എടുത്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ശ്രീ കണ്ണൻ ഷൺമുഖം സർ. സ്വാഗതം സർ. അപ്പോൾ അധ്യാപകനാണ്. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, യാത്രയിൽ പുസ്തകവും ഒരു ക്യാമറയും കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇതിന്റെ രണ്ട് കാര്യങ്ങളിലേക്കും വരുന്നതിന് മുൻപ് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു അറിവ് എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് വിക്കിപീഡിയയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ അപ്പം വിക്കിപീഡിയ കയറി നോക്കുന്നു അല്ലേ? ഫ്രീ ആയി നമ്മളിലേക്ക് അറിവ് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ്. ഇതിൽ സാറിന്റെ സംഭാവനയെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? വിക്കിപീഡിയ എന്നത് ഏതൊരു മനുഷ്യനും ലോകത്തിലെ എല്ലാ അറിവും സ്വതന്ത്രമായി സൗജന്യമായി കിട്ടുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. ഈ സങ്കല്പത്തിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് വിക്കിപീഡിയ. അതിന് തുടക്കമിട്ട ജിമ്മി വെയിൽസ് യഥാർത്ഥത്തിൽ വലിയ ഒരു വിപ്ലവത്തിന് തിരികൊളുത്തുകയായിരുന്നു. ഇന്ന് ഏകദേശം 300ഓളം ഭാഷകളിൽ, ചില ഭാഷകൾ മൃതഭാഷകളാണ്. ഇപ്പൊ പാലി പോലെയുള്ള ഭാഷകളിൽ പോലും വിക്കിപീഡിയ ഉണ്ട്. അതാരും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ആ ഭാഷയിലും ഒരു വിക്കിപീഡിയ ഉണ്ട്. 300ഓളം ഭാഷകളിൽ വിക്കിപീഡിയകളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലാണ് എൻ്റെ പ്രവർത്തനം. സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ വിക്കിപീഡിയയിൽ ധാരാളം വിവരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ഇന്ന് രാവിലെ വരെ 85,550 ലേഖനങ്ങൾ ഉണ്ട്. മലയാളം വിക്കിപീഡിയ ml.wikipedia.org എന്ന് നിങ്ങൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്താൽ മലയാളം വിക്കിപീഡിയ 85,550 ലേഖനങ്ങൾ. അതുപോലെ ധാരാളം സഹസംരംഭങ്ങൾ ഉണ്ട്. വിക്കി ഗ്രന്ഥശാലയുണ്ട്. അതിൽ നമ്മുടെ പകർപ്പവകാശം കഴിഞ്ഞ പഴയ മലയാള പുസ്തകങ്ങൾ ലഭ്യമാണ്. വിക്കി ചൊല്ലുകൾ, പഴയ മലയാളത്തിലുള്ള കോട്ടുകൾ ലഭ്യമായിട്ടുള്ള, അതുപോലെ വിക്കി പാഠശാല, അങ്ങനെ നിരവധിയായിട്ടുള്ള വിക്കി സംരംഭങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൂടാതെ കോമൺസ്, വിക്കി കോമൺസ്, അതായത് പലതരത്തിലുള്ള പ്രമാണങ്ങളുടെ മീഡിയകളുടെ ശേഖരണം, റിപ്പോസിറ്ററിയാണ് വിക്കി കോമൺസ്. അതിലേക്ക് ചിത്രങ്ങളും അപ്ലോഡ് ചെയ്യാം. ചിത്രങ്ങളും വീഡിയോകളെല്ലാം. കാരണം അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചിത്രം ഈ 300 ഭാഷയിലെ വിക്കിപീഡിയകളിലും ഉപയോഗിക്കാം. മലയാളത്തിൽ മാത്രം ചേർത്താൽ അവിടെ മാത്രമേ കിട്ടൂ. പക്ഷെ കോമൺസിൽ ചേർക്കപ്പെടുന്ന ഒരു മീഡിയ ഈ 300 വിക്കിയിലും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സാർ, ഇപ്പൊ ഈ വിക്കിപീഡിയയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വിവരങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ചിലത് തിരുത്തി ചേർത്തിട്ടുണ്ടാവും അല്ലെ? ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കാം? ഒരു നമ്മളെ പ്രാദേശികമായിട്ട് അതിനകത്ത് ഏറ്റവും വലുത് എന്നുള്ള നിലയിലല്ല, പക്ഷെ എനിക്ക് താല്പര്യമുള്ള, അതായത് പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്ത നിരവധിയായിട്ടുള്ള വിവരങ്ങൾ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കൈവശം കിട്ടും. ഉദാഹരണത്തിന് ഈ അഞ്ചൽ സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചൽ വെസ്റ്റ്, ആ സ്കൂളിലെ കുട്ടികളുമായി ചേർന്ന് ഞങ്ങൾ ഈ വിക്കി കമ്മ്യൂണിറ്റി ഒരു പദ്ധതി, അഞ്ചൽ വെസ്റ്റ് സ്കൂളിലെ ITED സ്കൂൾ പ്രോജക്റ്റിലെ പദ്ധതി എന്ന പേര് 50 ലേഖനങ്ങൾ അഞ്ചലിനെ കുറിച്ച് പ്രാദേശികമായി നിർമ്മിക്കുക. നമുക്കറിയാവുന്ന അഞ്ചലാണ്. അപ്പോഴാണ് ഒരു കുട്ടി കൊണ്ടുവന്നത് HP വാറൻ. അപ്പൊ ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയ വിവരമാണ് HP വാറൻ എന്ന പേരിൽ ഒരു മനുഷ്യൻ അഞ്ചൽ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഞങ്ങള് പല വഴിക്കും വിക്കിയുമായി ബന്ധപ്പെട്ട് ആ കമ്മ്യൂണിറ്റിയായി ആ ഒരു ഗ്രൂപ്പ് തിരഞ്ഞിട്ടും ആ വിവരം കിട്ടിയില്ല. അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി, ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ ഗണനീയരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് HP വാറൻ. പരമേശ്വര അയ്യർ ആണ് ഈ പരമേശ്വരൻ എന്നുള്ളത് അദ്ദേഹം ചുരുക്കി HP വാറൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. CV രാമിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഗ്ലാസ് വെസൽസ്, ഈ എക്സ്പെരിമെന്റ്സ് നടത്താനുള്ള ഈ കണ്ണാടി കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊടുത്ത ആളാണ് ഇത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ പോലും ആ ലേഖനം ഇല്ല, മലയാളം വിക്കിപീഡിയയിൽ നിന്നാണ്. അപ്പൊ പ്രാദേശികമായിട്ടുള്ള അറിവുകളുടെ ഒരു നിധി കുംഭമാണ് വിക്കിപീഡിയ. കാരണം ഈ ഗ്ലോബലായിട്ട് ഇത് പല കാരണങ്ങൾ കൊണ്ട് സൈഡ് ലൈൻ ചെയ്തപ്പെട്ട് പോയേക്കാം. പക്ഷെ ഈ പ്രാദേശികമായി നാം വീണ്ടെടുക്കുന്ന അറിവുകൾ ഏറ്റവും, കാരണം നമ്മളൊരു അതിരില്ലാത്ത ഒരു
അറിവിൻ്റെ ലോകത്തേക്കാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ഏകദേശം 3000-ഓളം ലേഖനങ്ങൾ തുടക്കം വെച്ചിട്ടുണ്ട്. വിക്കിപീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലേഖനവും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ തുടങ്ങി, പക്ഷേ നൂറുകണക്കിന് ആളുകൾ, ഒരുപക്ഷെ അതിലധികം ആളുകൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം. അവരുടേതെല്ലാമാണ് ആ ലേഖനം. നിരന്തരമായി പുതുക്കപ്പെടുകയും നിരന്തരമായി വിവരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നതാണ് വിക്കിപീഡിയയുടെ ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ പല ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്നു ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പേര് നമുക്ക് വരാത്തോണ്ട് സാറാണ് എടുത്തതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ അതൊരു വിഷമമല്ലേ? അല്ല, അത് അതിന്റെ വിഷമത്തിനപ്പുറം ഇതിനകത്ത് ഏകദേശം ഒരു 100 വർഷത്തോളം ഈ കലയുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഷണ്ണുകം, അദ്ദേഹമാണ് കൊല്ലത്തെ ആദ്യത്തെ ഫോട്ടോ സ്റ്റുഡിയോ, ഷണ്ണുകം സ്റ്റുഡിയോ. ബീച്ച് റോഡിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ബീച്ച് റോഡിലും മെയിൻ റോഡിലും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് പശ്ചാത്തലം എനിക്കുണ്ട്. അപ്പൂപ്പൻ ഫോട്ടോഗ്രാഫറാണ്, അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്, അമ്മയുടെ അച്ഛൻ അദ്ദേഹം NS ഷണ്ണുകം. അതെ. മാത്രമല്ല ഞങ്ങളുടെ കളി ഉപകരണങ്ങൾ ഉൾപ്പെടെ ക്യാമറയോ അല്ലെങ്കിൽ ഇതിന്റെ ഡിഷോ, ഇതിന്റെ എന്തെങ്കിലും ഒരു ആക്രി സാധനമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ മേഖലയിലേക്ക്, ഇപ്പൊ വീഡിയോയുടെ രംഗത്താണ് അച്ഛന് കൂടെ ഈ മാരേജ് വർക്കൊക്കെ പോകുമ്പോൾ ലൈറ്റ് പിടിക്കാൻ പോയി, ഇത് അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടൊക്കെ ഒരു ഹൈസ്കൂൾ ക്ലാസ്സിൽ മുതൽ തന്നെ ഞാൻ സജീവമായിരുന്നു. വളരെ സജീവമായി ഈ സ്റ്റുഡിയോ രംഗത്തും ഇതിന്റെ ഒരു റിപ്പോർട്ടേജ്, മീൻസ് നമ്മുടെ നഗരത്തിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പൊ പഴയ ശേഖരങ്ങളുണ്ട്. അപ്പൊ ആ ശേഖരങ്ങൾ തിരക്കി ആൾ വരും. കൊല്ലം, ഞാനൊരു 10-25 വർഷം മുമ്പുള്ള ഒരു അനുഭവം പറയും. ഇപ്പൊ കൊല്ലത്തെ ക്ലോക്ക് ടവറിന്റെ ഒരു പടം പോസ്റ്ററിൽ വെക്കണം. സ്റ്റുഡിയോ വന്നാൽ 100 രൂപ വാങ്ങിച്ചിട്ടേ ഞങ്ങൾ കൊടുക്കും. സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു ഇൻഫർമേഷനാണ്. നിലവിൽ ഒന്ന് നോക്കും, നമ്മൾ ഗൂഗിൾ ചെയ്താൽ 100,000-കണക്കിന് ക്ലോക്ക് ടവറിന്റെ ചിത്രങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അത് നമുക്ക് മറികടക്കാൻ പറ്റിയ, കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ബ്ലോക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല, ചിത്രമായാലും. അപ്പോൾ അങ്ങനെ ഈ സംരംഭത്തിലേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. കാരണം നമുക്കൊരു ആക്സസിബിലിറ്റി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു വിവരം കിട്ടണം. പലയിടത്തും ഞങ്ങളുടെ തലമുറയ്ക്കൊന്നും അത് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഒരു പുസ്തകം വേണമെങ്കിൽ തന്നെ കൊല്ലത്തെ ലൈബ്രറികളില്ല. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകും. ചിലപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയിലായിരിക്കും ഏക കോപ്പി ഉള്ളത്, ചിലപ്പം ഇന്ത്യയിലുണ്ടാവില്ല. അപ്പം വിദേശത്തുനിന്ന് നമുക്കത് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം വിദേശത്തുള്ള, ഇപ്പോൾ കൂട്ടത്തിലാണ് എനിക്ക് ഏറ്റവും പ്രത്യേകത ജർമ്മനിയിൽ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റി, ഹെർമൻ ഗുണ്ടട്ട്, മനീഷിയായിട്ടുള്ള, ഒരുപക്ഷെ മലയാളത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹം ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് മടങ്ങിയപ്പോൾ ഇവിടുത്തെ പുസ്തകങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സക്കറിയ സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. കുറച്ച് പുസ്തകങ്ങളൊക്കെ DC ബുക്സ് വഴി വന്നിട്ടുണ്ട്. പക്ഷേ അതിലെ ആകെ വിവരങ്ങൾ എന്താണെന്നറിയാം, പക്ഷേ ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വിക്കി കമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഷിജു അലക്സ്, അവിടുത്തെ ഈ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയായി കറസ്പോണ്ട് ചെയ്തു. അവർ ഗുണ്ടട്ട് ലെഗസി എന്ന് പറയുന്നൊരു പദ്ധതി അവർ ഡിസൈൻ ചെയ്തു. ഹൈക്കെ മോസർ, നമ്മുടെ ഇവിടെ ഒന്ന് കൂടിയാട്ടമൊക്കെ പഠിച്ച് നമ്മുടെ തൃശ്ശൂർ ദീർഘകാലം ഇവിടെ താമസിച്ചിട്ടുള്ള വനിതയാണ് ഹൈക്കെ മോസർ. അപ്പോൾ ഹൈക്കെ മോസർ ആ പദ്ധതി കോർഡിനേറ്റ് ചെയ്ത് ഈ എൻറ്റയർ കളക്ഷൻ, ഈ ഗുണ്ടട്ട് കളക്ഷൻ ടൈപ്പ് ചെയ്ത്, അതിൽ ഈ ഇവിടുന്ന് പണ്ട് എടുത്തുകൊണ്ട് പോയ പഴഞ്ചൊല്ലുകളുണ്ട്. ഗുണ്ടട്ട് അത് 1000 പഴഞ്ചൊല്ല്, ഇങ്ങനെ 1000 പഴഞ്ചൊല്ലുകളുടെ കളക്ഷനാണ്. ഇതൊക്കെ ഈ 100 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാംഗ്വേജിലൊക്കെ വലിയ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്കൂൾ കുട്ടികൾ, കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള സ്കൂൾ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്ത് ഇത് ടൈപ്പ് ചെയ്ത് വിക്കി സോഴ്സ്, വിക്കി ഗ്രന്ഥശാലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം താങ്കൾ 1000 പഴഞ്ചൊല്ലെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ഗുണ്ടട്ടിന്റെ ഈ സംഗതി കിട്ടും. ജർമ്മനിയിൽ ഇരുന്നതാണ്, നാളിതുവരെ നമുക്ക് ലഭ്യമാകാതിരുന്ന ഒരു ഇൻഫർമേഷൻ. അങ്ങനെ അത്തരത്തിൽ അപൂർവമായിട്ടുള്ള പുസ്തകങ്ങൾ, മറ്റ് മെറ്റീരിയൽസ്, ഇതെല്ലാം വിക്കി ഗ്രന്ഥശാലയുടെ ഭാഗമായിട്ട് ലഭ്യമുണ്ട്. പകർപ്പവകാശം കഴിഞ്ഞിരിക്കണമെന്നില്ല, 60 കൊല്ലം ആണ് പകർപ്പ്, അത് കഴിഞ്ഞ പുസ്തകങ്ങളാണ്. അപ്പൊ ഈ വിക്കിപീഡിയ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്, ഇവിടെ തന്നെയാണോ ചെയ്യുന്നത്? അപ്പം സാറിന് അതിനായിട്ട് പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങളോ റൂമുകളോ അല്ലെങ്കിൽ ഓഫീസോ അങ്ങനെ ഒന്നുമില്ല. നമുക്കിപ്പം മൊബൈലിൽ എഡിറ്റ് ചെയ്യാവുന്ന നിലയിലാണ് അതിന്റെ സംവിധാനം. എന്നാലും നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഭാഗമായി വിക്കിപീഡിയ നമുക്ക് കുട്ടികളെ പരിചയപ്പെടുത്തി നമ്മൾ, കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ അറിവും എല്ലാവരിലേക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ IT പാഠപുസ്തകം, അതിന്റെ രചയിതാക്കളുടെ കൂട്ടത്തിൽ ഞാൻ ആ ടീമിലുണ്ടായിരുന്നു. അപ്പം ഈ പാഠഭാഗമൊക്കെ എഴുതേണ്ടി വന്നു. അപ്പം കുട്ടികൾക്ക് പരിശീലനം നൽകേണ്ടി വന്നു. അപ്പം അങ്ങനെയാണ് കുട്ടികളുമായിട്ടുള്ള ഈ ഇന്ററാക്ഷൻസ്. അതെ, ഞാൻ ആ കൈറ്റിൽ അധ്യാപക പരിശീലകനായിരുന്നു. 15 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചു. കൈറ്റിനും ഈ വിക്കി സോഫ്റ്റ്വെയർ
ഉപയോഗിക്കുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, സ്കൂൾ വിക്കി എന്നാണ് അതിന്റെ പേര്. സ്കൂൾ വിക്കി .in. കേരളത്തിൽ ഏകദേശം 10,000-ഓളം സ്കൂളുകളുടെ വിവരങ്ങൾ അതിനകത്തുണ്ട്. ഓരോ സ്കൂളിനും സ്കൂൾ കോഡുണ്ട്. അപ്പൊ എന്റെ സ്കൂളിന്റെ കോഡ് 41409 എന്നാണ്. ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്ന കോഡാണ്. സ്കൂൾ വിക്കി .in/41450 എന്നടിച്ചാൽ എന്റെ സ്കൂളിന്റെ വെബ് പേജിലേക്ക് പോകാം. അത് പരിപാലിക്കുന്നത് കുട്ടികളും അധ്യാപകരും കൂടിയിട്ടാണ്. എൻ്റെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ, എൻ്റെ സ്കൂളിന്റെ ചരിത്രം, അങ്ങനെ 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 എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പം യാദൃച്ഛികമായി ഞാൻ ഒരു സ്കൂൾ, എറണാകുളത്തെ ഒരു സ്കൂളാണ്. അപ്പം ഞാനിത് സ്റ്റേറ്റ് ലെവലിൽ ഇതിൻ്റെ ഒരു ഏകോപനത്തിന്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. ഗാന്ധിജി വന്ന ഒരു സ്കൂൾ, ഗാന്ധിജി ആ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് യാദൃച്ഛികമായ ആ സ്കൂളിലെ ഒരു അധ്യാപികയെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അപ്പം ഇതിൻ്റെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ് ഉണ്ടോ? അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് തിരക്കി പോകുന്നത്. ഗാന്ധിയുടെ നമ്മുടെ ഈ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി നടത്തിയ ആ വർക്കുകളുടെ സമാഹാരത്തിൽ ഈ സ്കൂളിൽ വന്ന കാര്യവും അവിടെ ഇരുന്ന് പ്രസംഗിച്ച കാര്യവും എല്ലാം ഗാന്ധി ചുറ്റി നടന്ന് സ്കൂൾ കണ്ട അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിദ്യാലയമാണ്. അത് അതിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായി വരികയും അത് ബാക്കിയുള്ള ആളുകൾക്ക് അറിയാനും കഴിയുക എന്നുള്ള ഒരു നിലയിൽ പ്രാധാന്യം സ്കൂൾ വിക്കിക്കുണ്ടായിരുന്നു. ഇത് കൂടാതെ സ്കൂൾ യുവജനോത്സവങ്ങളുടെ രചനാ മത്സരങ്ങളുടെ ഫലങ്ങൾ, ഇപ്പോൾ ഉപന്യാസം, കഥ, കവിത കഴിഞ്ഞ 6 വർഷമായി സ്കൂൾ വിക്കിയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത്. അത് വിജയിയുടെ മാത്രമല്ല, എല്ലാ കുട്ടികളും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്ന 14 ജില്ലയിൽ ഓരോ കുട്ടിയായിരിക്കും. ഈ 14 കുട്ടികളുടെയും ഉപന്യാസം, അവരുടെ ഓയിൽ പെയിന്റിങ്, വാട്ടർ കളർ പെയിന്റിങ്, ഇത് ഈ സ്കൂൾ വിക്കിയിൽ ലഭ്യമാണ്. ഇതിന് പിറകെ പ്രവർത്തിക്കാൻ പറ്റും. സാറിന്റെ ഒരു പ്രവർത്തന മികവിൽ തന്നെ കൊല്ലം മുന്നിലോട്ടാണല്ലോ, അല്ലെ? അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. കൈറ്റിന്റെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി IT മേളകളുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള, ആ കൂട്ടത്തിൽ നടത്തുന്ന ഒന്നാണ് IT മേള. ഇപ്പൊ കൊല്ലം ജില്ലയുടെ പൊതുവായിട്ടുള്ള സ്ഥാനം, ഇപ്പൊ ശാസ്ത്രമേളയുടെ കാര്യത്തിലായാലും കലോത്സവത്തിന്റെ കാര്യത്തിലായാലും 14, 11 14 ഇടയ്ക്കെന്നാണ് കുറെ അപൂർവം വർഷങ്ങളിൽ അതൊരു 9, 8 വരെയൊക്കെ വന്നത്. അതിന് മുകളിലോട്ട് വന്നായിട്ട് എനിക്കറിയാം. പക്ഷെ IT മേള ഞാൻ ചുമതലക്കാരനായിരിക്കുന്ന സമയത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലൊന്ന് കൊല്ലം ജില്ലയ്ക്ക് നേടാനായി. അതോടൊപ്പം സംസ്ഥാനത്ത് ഏറ്റവും അധികം പോയിന്റ് നേടുന്ന വിദ്യാലയമായി കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറി. അപ്പൊ അങ്ങനെ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്നാൽ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫിയാണ്. ഞാൻ അതിലോട്ട് തന്നെ വരികയാണ്. എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു ക്യാമറ കരുതുന്നത്? അല്ല, ഫോട്ടോഗ്രാഫ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞല്ലോ. നമുക്കപ്പോൾ ഇപ്പൊ കാണുന്നതിൽ ഒരു ചിത്രത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടെത്താൻ കഴിയും? ഞാൻ ഇപ്പോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിഷയം, ഇപ്പൊ ഞാൻ അങ്ങനെ എല്ലായ്പ്പോഴും ഫോട്ടോ എടുക്കുക എന്നതിൽ നിന്നും ഈ പഠനത്തിന്റെ ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ, അതിന്റെ ഒരു ഇൻഫോർമേറ്റീവ് വാല്യൂ എന്ന നിലയിലേക്ക്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന്, ഞാൻ ഇതിനു മുമ്പ് ഞാൻ പട്ടത്താനം ഗവൺമെന്റ് PUP സ്കൂളിലായിരുന്നു ദീർഘകാലം പ്രവർത്തിച്ചത്. അതെ, അതിന്റെ തുടക്ക സമയത്ത് ഉള്ള അധ്യാപകരായിരുന്നു. എന്റെ സ്കൂളിൽ അന്ന് വന്നിട്ടുള്ള കലാകാരന്മാർ, ഇപ്പോൾ ബാവുൾ ഗായകർ, ബംഗാളിലെ ബാവുൾ ഗായകർ, അവർ എന്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ചിത്രം, അപ്പൊ മലയാളം വിക്കിപീഡിയയിൽ ഇപ്പൊ ബാവുൾ ഗായർ, മലയാളം വിക്കിപീഡിയ മാത്രമല്ല ഇംഗ്ലീഷ് വിക്കിപീഡിയയിലായാലും ബാവുൾ ഗായരെ കുറിച്ചൊരു ലേഖനത്തിന് അനുബന്ധമായി വരുന്ന ഒരു ചിത്രം പട്ടത്താനം ഗവൺമെന്റ് SNDP UP സ്കൂളിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. അതായത് വളരെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അറിവ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു മീഡിയ, ഒരു അറിവിന്റെ വിശാല ലോകത്തേക്കാണ് ഇത് എന്താണ് പ്രസരിപ്പിക്കപ്പെടുന്നത്. എന്താണ് അതിന്റെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം? ആളുകളെല്ലാം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നല്ലോ. സാറിന് ഈ വർഷങ്ങളായി, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കാഴ്ചപ്പാടിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ നമ്മുടെ ഈ ക്ലോക്ക് ടവറിന്റെ ചിത്രം എടുത്തപ്പോ ഈ ഫോട്ടോഗ്രാഫി മാത്രമല്ല ഏത് തരം അറിവുകളും ഭയങ്കര കൺസീൽഡ് ആയിരുന്നു. അപ്പൊ കൈവശം വെക്കുന്ന ആൾ അതിന് മര്യാദക്കുള്ള ഒരു റെമ്യൂണറേഷൻ കിട്ടിയാൽ മാത്രമേ ഈ സംഗതി ഷെയർ ചെയ്യപ്പെടത്തുള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അറിവുകൾ അത് ഈ മീഡിയ ഷെയർ ചെയ്യാൻ വലിയ മത്സരങ്ങളൊക്കെ ഈ കോമൺസിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ തന്നെ വളരെ സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് ഇപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വ്യത്യാസം എന്ന് പറയുമ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചാൽ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുടെ ഓക്കെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാലം കഴിഞ്ഞു, പിന്നെ കളർ വന്നു, പിന്നെ ഡിജിറ്റൽ വന്നു, ഇതെല്ലാം പോയി. എന്നാലും ഞാൻ ആരംഭിച്ച സമയത്ത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സമയത്താണ്. അതിലുള്ള ഒരു കമ്പ് ഇപ്പോഴും വിട്ടുപോയി, എനിക്കത് ചെയ്ത് മതിയായിട്ടില്ല. അപ്പോൾ ഒരു അനാലോഗ് ഫോട്ടോഗ്രാഫി വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. മെറ്റീരിയൽസിന്റെ അഭാവമുണ്ട്, നല്ല കോസ്റ്റ്ലിയാണ്. എങ്കിലും ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു വർക്ക്ഷോപ്പ്, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളുടെ കുറച്ച് ഫിലിം കളക്ട് ചെയ്ത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അത് വാഷ് ചെയ്യാനുള്ള ഒരു സംരംഭം ചെയ്യുകയുണ്ടായി. അതിൽ തൽപരരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കാരണം ഈ
മൊബൈലിൽ ഒന്ന് തൊട്ട് വിടുമ്പോൾ അല്ല, അതിന്റെ പിറകിൽ വലിയൊരു അധ്വാനം ഉണ്ട്. ഇത് എടുക്കുക മാത്രമല്ല, ഇതിന്റെ ഒരുപാട് തരത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയും. ആ ഫൈനൽ ഫോട്ടോഗ്രാഫ് വരുമ്പം അതിന്റെ വെളിച്ചത്തിൽ, നമ്മൾ അതിന്റെ പ്രോസസ്സിങ് ടൈമിൽ ഒക്കെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള, യഥാർത്ഥത്തിൽ അത് ശാസ്ത്ര പ്രചരണത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള. അപ്പം കുട്ടികളെ പരിചയപ്പെടുത്തുക. കുറച്ചു കാലം മുമ്പ് വരെ കൊല്ലം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ സ്റ്റെപ്സിന്റെ താഴെ ഡാർക്ക് റൂം എന്ന് കാണാം. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ കൂടെ ഇടപെട്ടിട്ട് അന്ന് ഫോട്ടോഗ്രാഫി പഠന വിഷയമായിരുന്നു. നമ്മുടെ പ്രവൃത്തി പരിചയ മേളയുടെ മത്സര ഇനമായിരുന്നു ഫോട്ടോഗ്രാഫി. പക്ഷേ ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിന് മുമ്പ് അത് പിൻവലിച്ചു. ഈ ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഒരു ഇവന്റ് അല്ല. അപ്പം അന്ന് കുട്ടികളെ പരിചയപ്പെടുത്താനും, കാരണം യഥാർത്ഥത്തിൽ അവർ ശാസ്ത്രമാണ് പഠിക്കുന്നത്. ആ പറയുന്ന തരത്തിൽ ഒരു ശാസ്ത്രാഭിമുഖ്യം വരാൻ, ഞാൻ പഠിച്ചത് സയൻസ് ആണ്, അപ്പം അങ്ങനെ ഒരു ആഭിമുഖ്യം വരാൻ കാരണം നമ്മൾ ഒരു കെമിസ്റ്റാണ്. ഇരുട്ടുമുറി ഡാർക്ക് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ മിക്സിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കെമിസ്റ്റിന്റെ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ ഒരു കൺട്രോള് നമുക്ക് ഈ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത്തരം കാര്യങ്ങൾ താല്പര്യം ഉള്ളതുകൊണ്ട് അതൊന്ന് റിവൈവ് ചെയ്തെടുക്കാൻ, ആളുകളെ കൂടുതൽ പരിചയപ്പെടുത്താൻ ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് സ്കൂളിലെ സാറിന്റെ പ്രവർത്തനം? സാറിന്റെ സ്കൂളിലെ അഞ്ചാലുമൂട് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രാക്കുളം ഗവൺമെന്റ് LP എന്താണ് അവിടുത്തെ ഒരു പ്രവർത്തനം? ഞാൻ ഈ കൈറ്റിൽ നിന്ന് ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷനായി ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്. ദീർഘകാലമായിട്ട് ഈ കുട്ടികളുമായി ഇടപെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നതിൽ ഒരു താല്പര്യമുള്ളത്. എനിക്ക് കൂടുതൽ ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ള ഒരു മേഖല എന്നുള്ള നിലയിൽ ICT, അത് പരമാവധി കുട്ടികൾ 300ഓളം കുട്ടികളുണ്ട്. അപ്പം വലിയ നിലയിൽ ഇത് അവർക്കത് ചെയ്യാം. നമുക്കൊരു IT 1ാം ക്ലാസ് മുതൽ നമുക്ക് IT പാഠപുസ്തകമുണ്ട്. 4ാം ക്ലാസ്സിൽ നമ്മൾ കോഡിംഗ് പരിചയപ്പെടുത്തും. അത് ഈ ആളുകൾക്ക് പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് അറിയാത്ത ഒരു കാര്യമാണ്. 4ാം ക്ലാസ്സിൽ നമ്മൾ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് കോഡിംഗ് പരിചയപ്പെടുത്തുക. അപ്പം അതുൾപ്പെടെ പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. എന്നാലും നമുക്ക് ഇൻസ്ട്രുമെന്റ്സിന്റെ കുറവുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ലാബിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. കുറച്ച് പ്രൊജക്ടേഴ്സ് ഉണ്ട്. MLA യുടെ ഒക്കെ സഹായത്തോടു കൂടി ഒരു മിനിമം കാര്യങ്ങളുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് സാർ അവിടെ പ്രഥമാധ്യാപകനായി എത്തിയതിനു ശേഷം സ്കൂളിൽ പോകുകയാണ്. അതെ, അതിനോട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായി ബന്ധമുള്ളതാണ്. ഞങ്ങളവിടെ ഈ അടുത്ത സമയത്ത് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. കായൽ പെരുമ എന്നാണ്. അതായത് കായൽ വൈവിധ്യം. അഷ്ടമുടി കായൽ തൊട്ട് മുമ്പിലാണ് സ്കൂള്. തൃക്കരിവ പഞ്ചായത്തിലാണ്. 3 ചുറ്റും അഷ്ടമുടി കായലാണ്. അപ്പൊ അതിലെ കായൽ വൈവിധ്യം, വിവിധ മത്സ്യ ഇനങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഏകദേശം 30ഓളം ഇനങ്ങൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും ഒക്കെ ഇടപെട്ട്, കാരണം അവരുടെ നിത്യവൃത്തിയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ളവർ കാണുന്നതാണ്. എന്നാലും വെളുപ്പിനെയൊക്കെ പോയിട്ട് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ 30 ഇനങ്ങളെ പ്രദർശിപ്പിച്ച് ഞങ്ങളത് ഡോക്യുമെന്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു. അതിൽ കൂഴവാലി അഷ്ടമുടി കായലിൽ മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യ ഇനമാണ്. നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ ഒന്നും കിട്ടില്ല. ആ ഒരു ഇൻഫർമേഷൻ വിക്കി കോമൺസിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂളിൽ നിന്ന് അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ഒരു ഇൻഫർമേഷൻ പ്രസരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ മാതിരി പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ ഞങ്ങൾ വിവിധ കലാരൂപങ്ങൾ ഒരുപാട് സ്കൂളുകളിൽ ഇത് അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷെ അത് ഡോക്യുമെൻ്റ് ചെയ്യുക. ചിലപ്പം ഒരു പ്രധാന, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പൗലോസ് മാർ പൗലോസ്, വലിയ പിന്നെ വളരെ സജീവമായി സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങൾ ഇടപെട്ടിരുന്ന എഴുത്തുകാരനും വൈദികനുമാണ് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ്. അദ്ദേഹത്തിന് നല്ലൊരു ചിത്രമില്ല. പണ്ടൊരു പരിപാടിക്ക് കൊല്ലത്ത് വന്നപ്പോൾ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ല അത്. പക്ഷേ ഇതാണ് അവസ്ഥ. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് ദൈവ വിമോചന ശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഒക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നല്ലൊരു ചിത്രം ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇപ്പൊ സ്കൂളുകളിൽ എല്ലാ ദിവസവും അതിഥികൾ വന്നു പോവുകയാണ്. അപ്പൊ ആ അതിഥികളെ ഡോക്യുമെന്റ് ചെയ്യാൻ, അവരുടെ ശബ്ദം, ഇപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ ശബ്ദം ഇപ്പൊ കേൾക്കുമ്പോൾ ഇത്ര ആകർഷകമായി. അപ്പൊ ആ നിലയിൽ നമ്മൾ യഥാർത്ഥത്തിൽ പല ആളുകളുടെയും ശബ്ദം, ഈ സ്കൂളുകളിൽ വരുന്ന ആളുകളുടെ ശബ്ദം കുട്ടികൾക്ക് തന്നെ, കാരണം അവരതൊക്കെ പഠിക്കുന്നുണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് പഠിക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ICT പാഠപുസ്തകത്തിന്റെ ഭാഗമാണ്. ഇവർക്ക് ഇത് സ്കൂൾ വിക്കിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സ്കൂൾ വിക്കി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് കോമൺസ്, പങ്കുവയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ലൈസൻസ് ഉള്ള ഒരു ഇടമാണ് സ്കൂൾ വിക്കി. അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിക്കിപീഡിയയിലേക്കും കാര്യം. ഇപ്പൊ ഒരു കാര്യം കൂടെ, നമ്മുടെ വെള്ളാർമല ഈ ഗവൺമെന്റ് ഹയർ ഈ വയനാട് ദുരന്തത്തിൽ ആ സ്കൂളിന്റെ ചിത്രം, യഥാർത്ഥത്തിൽ ആ സ്കൂളിന്റെ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു സ്കൂൾ വിക്കിയിലാകണം ഈ സ്വതന്ത്രമായിട്ട് അവശേഷിക്കുന്നത്. ആ ചിത്രം ഉപയോഗപ്പെടുത്തി മലയാളം വിക്കിയിൽ ലേഖനം തുടങ്ങിയിട്ടുണ്ടായി ഈ വെള്ളാർമല സ്കൂളിൽ. ആ സ്കൂളിലെ ഈ സ്കൂൾ വിക്കിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ലിറ്റിൽ കൈറ്റ് മാസിക
ലിറ്റിൽ കൈറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു വലിയ ഫോർമേഷൻ ഉണ്ട് സ്കൂളിൽ. അതിന്റെ ഭാഗമായിട്ട് വന്ന ആ മാഗസിനിൽ നിന്നുള്ള കവിതയൊക്കെ ചർച്ച ചെയ്യപ്പെട്ട കുട്ടികൾ എഴുതിയിരുന്നത്. അതെ അതെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ആ ഒരു കാര്യം പങ്കുവെച്ചതിൽ. അവസാനമായിട്ട് നമ്മളുടെ ആ പുസ്തകം കൂടി, സാറിന്റെ യാത്രയിൽ പുസ്തകം കൂടെ ഉണ്ട് എന്നോട് പറഞ്ഞു, ആ ഒരു വിശേഷം കൂടി നമുക്കൊന്ന് പങ്കുവെക്കാം അല്ലെ? ഒപ്പം ഹാം റേഡിയോ ഓപ്പറേറ്റർ ആണ്, കുറെ വിശേഷമുണ്ട് എനിക്ക് ഇതിലിങ്ങനെ. എന്താണ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിവിന്റെ ഒരു ലോകത്തേക്ക് ഞാനും കൂടെ കിടക്കുവാണ്. ആർക്കും തിരുത്താൻ പറ്റുമെങ്കിലും തിരുത്താൻ നമുക്കും അറിയണം. അക്ഷരത്തെറ്റ് തിരുത്തുന്നത് ഉൾപ്പെടെ വിക്കിപീഡിയ കോൺട്രിബ്യൂഷൻ ആണ്. എനിക്ക് ഏകദേശം അവസാനം ഞാനാണ് തിരുത്തിയെങ്കിൽ അത് എന്റേതായി മാറും. അല്ല, നിങ്ങളുടെ കൂടെയായി മാറും. എല്ലാവരുടെയും ആർക്കും ഓൺ ചെയ്യാൻ, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓൺ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ 32,000-ഓളം തിരുത്തലുകൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. ലേഖനം തുടങ്ങിയതും അക്ഷരത്തെറ്റ് തിരുത്തിയതും ഉൾപ്പെടെ. ഈ ഹാം റേഡിയോ ഓപ്പറേറ്റർ എന്നുള്ള നിലയിൽ VU3 ഡെൽറ്റ വിസ്കി ജൂലിയറ്റ് ആണ് എൻ്റെ ID. കൊല്ലത്ത് ഏറ്റവും വഴക്കമുള്ള ഒരു അമച്വർ റേഡിയോ സംഘടന കൊയിലോൺ അമച്വർ റേഡിയോ ലീഗ് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല സജീവരായിട്ടുള്ള VU3 IDB രാജേഷ് നായർ, അതുപോലെ തന്നെ SXC സുനിൽ എന്ന് പറയുന്ന സാറന്മാരാണ് അത് നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ PRO ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഞാൻ. ധാരാളം വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെ ജോട്ടി. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനകത്ത് കുട്ടികൾക്ക് ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തിട്ട് ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ അങ്ങനെ പ്രോഗ്രാം ചെയ്തിരുന്നു. ഏറ്റവും അടുത്ത് ഹാം ഫെസ്റ്റ്, അതായത് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സമ്മേളനം കൊല്ലത്ത് വെച്ച് കണ്ടക്ട് ചെയ്തു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പോകുന്നു. പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കുട്ടിക്കാലം മുതൽ പബ്ലിക് ലൈബ്രറി വീട്ടിൻ്റെ അടുത്താണ്. അന്ന് തന്നെ മുനിസിപ്പൽ ലൈബ്രറിയും പബ്ലിക് ലൈബ്രറിയൊക്കെ ഒരു ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ കുട്ടിക്കാലത്ത് തന്നെ, എനിക്ക് തോന്നുന്നൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്നത് മുതൽ തന്നെ ലൈബ്രറിയിലെ അംഗമായിരുന്നു. അപ്പോൾ ധാരാളം പുസ്തകങ്ങൾ, അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു ലോകമുണ്ട്. വീട്ടിൽ തന്നെ എൻ്റെ വല്യച്ഛൻ രത്നസ്വാമി വലിയൊരു വായനക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് ഈ വാച്ചെല്ലാം പ്രഭാത് ബുക്ക് ഹൗസ് ആണ് അന്നത്തെ. സോവിയറ്റ് യൂണിയനിൽ നിന്നും ചൈനയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വാച്ചെല്ലാം പണയം വെച്ച് പുസ്തകം വാങ്ങുന്ന ശീലമുള്ള ആളായിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് വരികയും വീട്ടിലൊരു മിനിമം ശേഖരമുണ്ട്. അങ്ങനെ അതിനകത്ത് ചെന്ന് പെട്ടതാണ്. ബുക്ക് കളക്ടറാണ്. നിലവിൽ ഈ പബ്ലിക് ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ ഗവേണിംഗ് ബോഡി അംഗമായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. നിലവിൽ ഞാനിപ്പോൾ സാഹിത്യ വിലാസിനി എന്ന് പറഞ്ഞ നയത്തിൽ വളരെ പഴക്കമുള്ള ലൈബ്രറിയാണ്. ലൈബ്രറികളിലൊക്കെ നമ്മുടെ ലൈബ്രറികളിലുള്ള ഉള്ളടക്കം, അവിടെയുള്ള ബുക്സ് എന്ന് പറയുന്നത് അസാമാന്യമായിട്ട് പ്രാധാന്യമുള്ള സംഗതിയാണ്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇപ്പം നമ്മുടെ ST റെഡ്ഡിയാർ, അതുപോലെ നമ്മുടെ മലയാള രാജ്യം, അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെയിൻ റോഡിലുള്ള പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള അച്ചടിക്കപ്പെട്ടിട്ടുള്ള മാസികകൾ എന്ന് പറയുന്നത് 100 കണക്കിന് മാസികകൾ. അപ്പോൾ പക്ഷേ ഇതൊന്നും നമുക്ക് ലഭ്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പഴയ ലക്കം, അതായത് ഈ മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു മാസികയുടെ പഴയ ലക്കം ഈ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൈവശം പോലും ഇല്ല. അതേസമയം ഏതോ ഒരു ലൈബ്രറിയിൽ ഇത് ശേഖരിക്കപ്പെട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുക, അത് സ്കാൻ ചെയ്ത് പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കുമായി ലഭ്യമാക്കുക. ഇങ്ങനെ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ഒരു ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡിക് ഡിജിറ്റൽ ഫൗണ്ടേഷൻ ഒരു സന്നദ്ധ, അതേപോലെ തന്നെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇൻഡിക് ഡിജിറ്റൽ ഫൗണ്ടേഷൻ. സുഹൃത്തുക്കളാണ് ഷിജു അലക്സ്, ഞാൻ നേരത്തെയും പലതവണ പറഞ്ഞ, വളരെ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി വലിയ ഒരു സേവനം ചെയ്യുന്ന മനുഷ്യനാണ്. അതുപോലെ പിന്നെ കൈലാഷ് നാഥ്, ഓളം ഡിജിറ്റൽ ഡിക്ഷണറിയുമായി ഒക്കെ ബന്ധപ്പെട്ട് ജിസോലൂസ്, ഇങ്ങനെ 3-4 ആളുകളാണ് അതിൻ്റെ പിറകിലുള്ളത്. ഇപ്പോൾ തന്നെ ഏകദേശം 180ഓളം പാഠപുസ്തകങ്ങൾ നമുക്ക് വാട്സാപ്പിലൊക്കെ ഈ 80-ലെ പാഠപുസ്തകം 75-ലൊക്കെ കിട്ടുമല്ലോ. ഇതെല്ലാം സ്കാൻ ചെയ്തത് ഇവരുടെ ഈ ഇൻഡിക് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് ഗ്രന്ഥപുര gpura.org എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചാൽ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകും. അവരുടെ പുതിയ ചാപ്റ്റർ ആഗസ്റ്റ് 25-ാം തീയതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. കൂടുതൽ മലയാള പുസ്തകങ്ങൾ കൂടുതൽ ആളുകൾക്ക് സ്വതന്ത്രമായി ലഭ്യമാകുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. എല്ലാ ഭാഷാ സ്നേഹികളുടെയും പിന്തുണ ആ സംരംഭത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം സാറിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് അറിവുകൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക, പ്രത്യേകിച്ചും പ്രാദേശിക നമ്മുടെ കൊല്ലത്തിന്റെ ഒരുപാട് വിവരങ്ങൾ, അറിയപ്പെടാത്ത കുറെ കാര്യങ്ങൾ വീണ്ടും എഴുതി ചേർക്കാൻ സാറിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സ്കൂളിലെ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ കണ്ണൻ ഷൺമുഖൻ സാറായിരുന്നു. അദ്ദേഹം അഞ്ചാലുമൂട് ഗവൺമെന്റ് പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിലെ പ്രഥമാധ്യാപകനും അതോടൊപ്പം തന്നെ മലയാളം വിക്കിപീഡിയയുടെ അഡ്മിൻ കൂടിയായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു. ഒപ്പം സഞ്ചാരത്തിൽ പുസ്തകവും ഫോട്ടോയും അല്ലാതെ മീൻസ് ക്യാമറയും ഒപ്പം ഉണ്ടാവും. അത് നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മളിപ്പോൾ കേട്ടു. നന്ദി അറിയിക്കുകയാണ് സർ. താങ്ക് യു.